മൊറോക്കോയിൽ നിന്നും കേരളം വരെ സഞ്ചരിച്ചെത്തിയ ഇബ്നു ബത്തൂത്തയെയും ഗ്രീക്ക് ഇതിഹാസങ്ങളിലെ അമാനുഷികനായിരുന്ന ഹെർക്കുലീസിനെയും മാത്രമല്ല, ഇസ്ലാമിനെ പോർച്ചുഗലിലേക്കും സ്പെയിനിലേക്കും ഇവിടെ നിന്നും കൊണ്ടുപോയി ഹോപ്പ് ഓൺ ടോപ്പ് ബസിന്റെ മുകളിലത്തെ തട്ടിലിരുന്ന് ഹെർക്കുലീസിന്റെ ഗുഹയിലേക്കാണ് ജേർണിസ്റ്റിന്റെ ഇന്നത്തെ യാത്ര. മൊറോക്കോയുടെ വടക്കൻ മേഖലയിലുള്ള ടാഞ്ചർ നഗരത്തിൽ നിന്നും ഒരൽപ്പം അകലെ അറ്റ്ലാന്റിക്കും മെഡിറ്ററേനിയനും ചേർന്ന് വരുന്ന ഭാഗത്താണ് ഈ ഗുഹ. സിയൂസ് ദൈവത്തിന് മനുഷ്യ സ്ത്രീയിൽ ജനിച്ച മകനായ ഹെർക്കുലീസ് ആയുധങ്ങൾ കൊണ്ട് മുറിവേൽപ്പിക്കാനാവാത്ത നീമിയ എന്ന സിംഹത്തെ കൈകൊണ്ട് എതിരിട്ട് കൊന്ന് ഖ്യാതി നേടിയെന്നാണ് ഗ്രീക്ക് പുരാണങ്ങൾ പറയുന്നത്. ഹെർക്കുലീസിന്റെ ശക്തിയെക്കുറിച്ച ഒരുപാട് ഐതിഹ്യങ്ങൾ പ്രചാരത്തിലുണ്ട്. പക്ഷെ അങ്ങനെ ഒരു ഹെർക്കുലീസ് ഒരിക്കലും ഭൂമിയിൽ ജീവിച്ചിരുന്നിട്ടില്ല. അതെല്ലാം കഥകൾ മാത്രമായിരുന്നു. എങ്കിലും അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് തുറക്കുന്ന ഈ ഗുഹ അദ്ദേഹത്തിന്റെ പേരിലാണ് അറിയപ്പെടുന്നത്. മൊറോക്കോയുടെ ചരിത്രത്തിലെ മറ്റൊരു വീരപുരുഷനെയും പ്രദേശവാസികൾ ഈ ഗുഹയുമായി ചേർത്ത് പറയുന്നുണ്ട്. അദ്ദേഹമാണ് താരിഖ് ബിൻ സിയാദ്. മൊറോക്കോയിൽ നിന്നും കേരളം വരെ സഞ്ചരിച്ചെത്തിയ ഇബ്നു ബത്തൂത്തയെയും ഗ്രീക്ക് ഇതിഹാസങ്ങളിലെ അമാനുഷികനായിരുന്ന ഹെർക്കുലീസിനെയും മാത്രമല്ല, ഇസ്ലാമിനെ പോർച്ചുഗലിലേക്കും സ്പെയിനിലേക്കും ഇവിടെ നിന്നും കൊണ്ടുപോയ താരിഖ് ബിൻ സിയാദിനെയും ഗുഹ അടയാളപ്പെടുത്തുന്നുണ്ട്. രാഷ്ട്രീയമോ മതപരമോ ആയ താല്പര്യങ്ങൾ മുൻനിർത്തി വേണമെങ്കിൽ ഈ ഗുഹയെ താരിഖിന്റെ പേരിലേക്ക് മാറ്റിയെടുക്കാൻ മൊറോക്കോക്ക് കഴിയുമെങ്കിലും കഥകളിലെ ഹെർക്കുലീസിനെ തന്നെയാണ് രാജ്യം ഔദ്യോഗികമായി അംഗീകരിക്കുന്നത്. ടാഞ്ചറിൽ നിന്നും 15 കിലോമീറ്റർ അകലെയുള്ള ഈ ഗുഹാ സമുച്ചയത്തിലുള്ള 2 ഗുഹകളിലൊന്നിൽ താരിഖിന്റെയും ഹെർക്കുലീസിന്റെയും ചരിത്രം പറയുന്നുണ്ടെങ്കിലും വലിയ ഗുഹയാണ് ഹെർക്കുലീസുമായി ചേർത്ത് വെച്ച് പരിചയപ്പെടുത്തുന്നത്. നമ്മൾ പടവുകളിലൂടെ താഴേക്കിറങ്ങുമ്പോൾ വലതുഭാഗത്താണ് പാതി പ്രകൃതിദത്തവും പാതി മനുഷ്യനിർമ്മിതവുമായ ഈ വലിയ ഗുഹ. 70 മൊറോക്കൻ ദിർഹമാണ് അതിനകത്തേക്കുള്ള പ്രവേശന ഫീസ്. ഇടതുഭാഗത്ത് നിരവധി ശില്പങ്ങളും സുവനീറുകൾ വിൽക്കുന്ന കടകളും പാട്ടുകളും ബഹളവും ഒക്കെയായി സഞ്ചാരികളെ ആകർഷിക്കുന്ന മറ്റൊരു ചെറിയ ഗുഹയുണ്ട്. 5 ദിർഹമേ അങ്ങോട്ടേക്ക് പ്രവേശന ഫീസുള്ളൂ. താരിഖ് ബിൻ സിയാദിന്റെയും ഹെർക്കുലീസിന്റെയും പ്രതിമകളും ചിത്രങ്ങളുമുള്ള ഈ ഗുഹക്കകത്ത് കൃത്രിമമായി ഉണ്ടാക്കിയ ചെറിയൊരു വെള്ളച്ചാട്ടവും കാണാനാവും. ഈ ഭാഗത്തേക്ക് നടന്നു വരുമ്പോൾ വളരെ ദൂരത്തു നിന്ന് പാട്ടും ബഹളവും കേൾക്കാനുണ്ട്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ട ഗ്നാവ നൃത്തത്തിന്റെ ലളിതമായ മറ്റൊരു പ്രകടനമായിരുന്നു ഗുഹക്കകത്ത് നടന്നുകൊണ്ടിരുന്നത്. വർണ്ണവസ്ത്രങ്ങളും ക്രാക്കപ്പ് എന്ന കൈച്ചിലങ്കയും തിബ്ബൽ എന്ന ഡ്രമ്മും ഈ നൃത്ത സമ്പ്രദായത്തിൽ എല്ലായിടത്തും ഏതാണ്ട് ഒരേപോലെയാണ് കാണപ്പെടുന്നത്. ഗ്രൂയേംബി എന്ന കമ്പ്യവാദ്യം മാത്രമാണ് ഇവിടെ ഉപയോഗിക്കാതെയുള്ളത്. താരിഖിന്റെ വെങ്കലത്തിൽ തീർത്ത 2 കുതിരകൾ വലിക്കുന്ന ഒരു തേരിൽ അദ്ദേഹം ഇരിക്കുന്നത് പോലെയുള്ള ഒരു പ്രതിമ ഈ ഗുഹക്കകത്തുണ്ട്. ഇതേക്കൂടാതെ ഹെർക്കുലീസിന്റെ ചില മുഴുകായ പ്രതിമകളും ഇവിടെയുണ്ട്. ഹെർക്കുലീസിന്റെ പേരിൽ മാത്രമായി അറിയപ്പെടുന്ന വലിയ ഗുഹക്കകത്ത് പക്ഷേ അങ്ങോട്ടേക്കുള്ള വലിയ ടിക്കറ്റ് തുകയെ സാധൂകരിക്കുന്ന ഒന്നും തന്നെ കാണാനില്ല. ആഫ്രിക്കൻ ഭൂപടത്തിന്റെ ആകൃതിയുള്ള ഒരു വഴിയിലൂടെയാണ് ഈ ഗുഹ അറ്റ്ലാന്റിക്കിലേക്ക് തുറക്കുന്നത്. അതുമാത്രമാണ് ഒരു കാഴ്ചയെന്ന് പറയാവുന്നതായി ഇതിനകത്തുള്ളത്. ഗുഹയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ടോപ്പ് ഓൺ ഹോപ്പിന്റെ മറ്റേതെങ്കിലും ഒരു ബസ്സിൽ കയറി മടങ്ങിപ്പോരാനാവും. ഈ വഴിയിൽ സുവോളജിക്കൽ പാർക്കും മെഡിറ്ററേനിയനും അറ്റ്ലാന്റിക്കും കൂടിച്ചേരുന്ന വ്യൂ പോയിന്റുമൊക്കെ ചില സ്റ്റോപ്പുകളിൽ ഇറങ്ങിയാൽ ആവശ്യത്തിന് സമയമെടുത്ത് സഞ്ചാരികൾക്ക് കാണാനാവും. ടാഞ്ചറിലെ യഥാർത്ഥ കാഴ്ചകളും അന്നാട്ടുകാരുടെ ജീവിത രീതികളും പരിചയപ്പെടണമെങ്കിൽ നഗരത്തിന്റെ പഴയ മാർക്കറ്റിലൂടെ നടക്കലാണ് ഏറ്റവും നല്ലത്. അതിനകത്തേക്ക് വാഹനങ്ങൾ പ്രവേശിക്കാറില്ല. കസബ എന്നറിയപ്പെടുന്ന കോട്ടനഗരിയിലെ ഇടവഴികളിലൂടെ ജേർണിയിസ്റ്റും സുഹൃത്ത് മുഹമ്മദ് സാദിഖും ചേർന്ന് നടക്കാനിറങ്ങിയപ്പോൾ മനസ്സിലാക്കിയത് ആളുകൾക്ക് പൊതുവെ ഫോട്ടോ എടുക്കുന്നത് ഇഷ്ടമല്ല എന്നാണ്. കഫേകളും പലതരം വിനോദങ്ങളും കുഞ്ഞു മാർക്കറ്റുകളും ഇടയ്ക്ക് തുറസായ ഒരിടത്ത് ചെറിയൊരു പാർക്കുമൊക്കെ കസബക്കകത്തുണ്ട്. അത്രയേറെ ഇടുങ്ങിയ ഗലികൾക്കകത്ത് മനുഷ്യന് എത്ര ചെറുതാണെങ്കിൽ പോലും അങ്ങനെയൊരു പാർക്ക് അത്ഭുതകരമായ ഒരിടമായിരുന്നു. ഈ മാർക്കറ്റിലൂടെ നടക്കുമ്പോൾ നമുക്ക് പരിചയമില്ലാത്ത ധാരാളം പച്ചക്കറികളും കാണാനുണ്ട്. ഒരു വൈകുന്നേരം മുതൽ അർദ്ധരാത്രി വരെ ഞങ്ങൾ കസബയിലൂടെ നടന്നു.
നേരം വൈകുന്നു എന്നത് വാച്ചിലെ സൂചികൾ നൽകുന്ന വെറും അറിയിപ്പ് എന്നതിലപ്പുറം ഇവിടെ അതിന് വലിയ പ്രസക്തിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഈ പ്രദേശത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. നല്ല തണുപ്പും ഒപ്പം അറ്റ്ലാന്റിക്കിലൂടെ അടിച്ചു വീശുന്ന കാറ്റും ചേർന്ന് ഒട്ടും സുഖകരമല്ലാത്ത കാലാവസ്ഥയായിരുന്നു അന്ന്. കാറ്റ് എന്ന് പറഞ്ഞാൽ അതിശക്തമായ കാറ്റ്. കസബയുടെ പുറത്തെ റോഡിലൂടെ നടക്കുമ്പോൾ അത് ശരിക്കും സഞ്ചാരികളെ മടുപ്പിക്കുന്നുണ്ട്. എന്നാൽ ഗലികൾക്കകത്തുകൂടെ നടക്കുമ്പോൾ തണുപ്പ് മാത്രമേ അലട്ടുന്നുണ്ടായിരുന്നുള്ളൂ. ഈ നടത്തത്തിനിടയിൽ തട്ടുകടകളിൽ കയറിയാൽ ഒരു പ്രത്യേകതരം ചായ കുടിക്കാൻ കിട്ടും. സാധാരണ ചായയിൽ ചേർക്കുന്നത് പോലെ കറുവപ്പട്ടയോ ഏലക്കായോ ഒന്നുമല്ല, മറിച്ച് സാമാന്യത്തിലധികമുള്ള പുതിനയിലകളാണ് മൊറോക്കൻ ചായയുടെ വിശേഷം. മക്രൂട്ടാണ് തെരുവുകളിലെ മറ്റൊരു പലഹാരം. വടക്കൻ ആഫ്രിക്കയിലെ മൊറോക്കോ, അൾജീരിയ, തുണീഷ്യ, ലിബിയ തുടങ്ങിയ രാജ്യങ്ങളിലെല്ലാം തന്നെ പൊതുവെ കണ്ടുവരുന്ന പലഹാരമാണ് മക്രൂട്ട്. ടാഞ്ചർ മദീനയിലെ മധുരപലഹാര കച്ചവടക്കാരിൽ ഒരാളായ ഹാഷിമാണ് ദൃശ്യങ്ങളിലുള്ളത്. 50 വർഷത്തിലേറെയായി അദ്ദേഹം ഈ തെരുവിലുണ്ടത്രേ. മൊറോക്കോയിൽ പൊതുവെ അങ്ങനെ ഒരു കാഴ്ചയുണ്ട്. വാർദ്ധക്യത്തിലും അധ്വാനിക്കുന്നതോ അല്ലെങ്കിൽ അധ്വാനിക്കേണ്ടി വരുന്നതോ ആയ ഒരു സാമൂഹിക ചിത്രമാണ് ഈ രാജ്യത്തിൻ്റെത്. ഗവൺമെന്റ് വാർദ്ധക്യകാല പെൻഷൻ നൽകുന്നുണ്ടെങ്കിലും ആ തുക വളരെ തുച്ഛമാണെന്നാണ് പൊതുവെ മനസ്സിലാക്കാനായത്. അതുകൊണ്ട് തന്നെ ആളുകളിൽ അധ്വാനശീലം കൂടുതലാണ്. ഇവിടുത്തെ ഭക്ഷണങ്ങളുടെ കൂട്ടത്തിലുള്ള മറ്റൊരു പ്രത്യേകതയാണ് ബാഗരീർ എന്ന പാൻകേക്ക്. 1000 തുളയുള്ള പാൻകേക്ക് എന്നും ഇതിന് പേരുണ്ട്. ഇത് തന്നെ ദ്വാരങ്ങളില്ലാതെ ഹർച്ച എന്ന പേരിലും കിട്ടും. അതിനോടൊപ്പം തേനും ചീസുമാണ് കറിക്കു പകരമായി റെസ്റ്റോറന്റുകളിൽ ലഭിക്കുന്നത്. വീട്ടിലുണ്ടാക്കിയ ഒരു പ്രത്യേക മധുരപലഹാരം വിൽക്കാനെത്തിയതാണ് ഈ യുവതി. ഫോട്ടോ എടുക്കാൻ സമ്മതിച്ച അപൂർവം സ്ത്രീകളിൽ ഒരാൾ. തണുപ്പ് പ്രദേശമായതുകൊണ്ട് തന്നെ റെസ്റ്റോറന്റുകളിൽ പലതരം സൂപ്പുകൾ കിട്ടാനുണ്ട്. മർജുമന്ത് എന്ന തുർക്കിഷ് ലെന്തിൽ സൂപ്പിൽ പൊതുവെ ഉപയോഗിക്കാറുള്ള തരം പരിപ്പല്ല മൊറോക്കോക്കാരുടേതെന്ന് തോന്നി. അതിലേക്ക് അവർ കടലയും മറ്റും ചേർക്കുന്നുണ്ട്. ഇതിന്റെ പേരാണ് ഹരീറ. മൊറോക്കൻ സൂപ്പുകളിൽ അരച്ച തക്കാളിയാണ് പലതിന്റെയും ബേസ്. നല്ല നിറമുണ്ടാവും, പക്ഷെ ഒട്ടും എരിവുണ്ടാവില്ല. ഭക്ഷണത്തിന്റെ കാര്യത്തിൽ പൊതുവെ തന്നെ എരിവോ പുളിയോ ഒന്നും അമിതമായി ഉപയോഗിക്കുന്ന ശീലമല്ല മൊറോക്കോക്കാരുടേത്. ഈ നാട്ടുകാരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണങ്ങളിലൊന്നായ ടാഗീൻ അതിന്റെ ഏറ്റവും മികച്ച ഉദാഹരണമാണ്. മൺചട്ടിയിൽ മട്ടനോ ബീഫോ പച്ചക്കറികളോടൊപ്പം വേവിച്ചെടുക്കുന്ന ടാഗീനിൽ ഇഞ്ചി, ജീരകം, മഞ്ഞൾ, കുങ്കുമം, കറുവപ്പട്ട എന്നിവയല്ലാതെ എരിവില്ലാത്ത ബജി മുളക് മാത്രമാണ് ചേർക്കുന്നത്. കുസ്കുസ് എന്ന അവരുടെ ഭക്ഷണത്തിനുമുണ്ട് ഇതേ സവിശേഷത. ആവിയിൽ വേവിച്ചെടുത്ത റവയിൽ ചിക്കനോ മട്ടനോ ചേർത്ത് തയ്യാറാക്കുന്ന ഈ വിഭവത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. വെള്ളിയാഴ്ച ദിവസം ജുമുഅ കഴിഞ്ഞ് വീടുകളിൽ ഒത്തുകൂടുന്ന കുടുംബാംഗങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ ബിരിയാണി പോലെ ഒഴിച്ചുകൂടാനാവാത്ത വിഭവമാണ് കുസ്കുസ്. മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേർണിസ്റ്റ് യാത്രകളുടെ മുൻലക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം നിങ്ങളിലേക്കെത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.